തിരുവനന്തപുരത്ത് പോളിംഗ് ഉദ്യോഗസ്ഥർ ലിഫ്റ്റിൽ കുടുങ്ങി. വെൺപാലവട്ടത്തെ സ്വകാര്യ ഫ്ളാറ്റിലാണ് വീട്ടിൽ വോട്ട് ചെയ്യിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ ലിഫ്റ്റിൽ കുടുങ്ങിയത്. അരമണിക്കൂറിലധികം ഉദ്യോഗസ്ഥർ ലിഫ്റ്റിനകത്ത് പെട്ടു. ഇതോടെ പലർക്കും ചൂട് മൂലം ദേഹാസ്വസ്ഥ്യമുണ്ടായി. ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് ലിഫ്റ്റ് തുറന്നത്. ഗോപാൽ ശീലാസനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരം വെൺപാലവട്ടത്തെ ഒരു സ്വകാര്യ ഫ്ളാറ്റിലെ ലിഫ്റ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ലിഫ്റ്റിൽ ഏകദേശം അരമണിക്കൂറോളം ഈ വീട്ടിൽ വോട്ട് ചെയ്യിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ കുടുങ്ങിക്കിടന്നു. തിരുവനന്തപുരം കളക്ടറേറ്റിൽ നിന്ന് എത്തിയ 6 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ ലിഫ്റ്റിൽ കുടുങ്ങിയത്. അവർ ഈ വീട്ടിൽ വോട്ട് ചെയ്യിച്ചതിന് ശേഷം മടങ്ങി താഴേക്ക് വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് തകരാറിലാവുകയും ഇവർ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഏറെ നേരം ഈ പ്രശ്നം ഉണ്ടായതോടുകൂടി തന്നെ വലിയ ചൂടുണ്ടാവുകയും ചൂടിനെ തുടർന്ന് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. തുടർന്ന് അവിടുത്തെ കെയർ ടേക്കറിനെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും അയാളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഇടപെടൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല തങ്ങളോട് മോശമായി സംസാരിച്ചു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളും പരാതികളുമൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തിയതിന് ശേഷം മാത്രമാണ് ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തുകയും ഈ ലിഫ്റ്റ് തുറന്ന് ഇവരെ പുറത്തിറക്കുകയും ചെയ്തു. തിരുവനന്തപുരം കളക്ടറേറ്റിൽ നിന്നുള്ള 6 അംഗ സംഘം ഈ ലിഫ്റ്റിൽ കുടുങ്ങിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ്. ഈ വീട്ടിൽ വോട്ട് ചെയ്യിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതിന്റെ ഭാഗമായി നടത്തിയ ഒരു ചുമതല വഹിക്കലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഇവർക്കുണ്ടായത്. ഓക്കെ, വ്യക്തമാണ്. ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.